2 രാജാക്കന്മാർ 2:22 പറയുന്നു, ആ ശുദ്ധജലം ഉറവ ഇന്നും അവിടെയുണ്ട്. നമുക്ക് അത് കാണാം, യാത്ര പുറപ്പെടാം. പ്രൈസ് ദി ലോർഡ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2 രാജാക്കന്മാർ 2-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ഏലിയായിൽ നിന്ന് വീണ് കിട്ടിയ മേലങ്കിയുമായി ജോർദാൻ കരയിൽ ചെന്നു നിന്നു. അവൻ അത് വെള്ളത്തിന്മേൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെ എന്ന് പറഞ്ഞ് അവൻ വെള്ളത്തിന്മേൽ അടിച്ചു. വെള്ളം ഇരുവശത്തേക്കും മാറി. അവൻ കടന്നുപോയി. ജെറീക്കോയിലെ പ്രവാചകഗണം എലീഷായെ കണ്ടപ്പോൾ, ഏലിയായുടെ ആത്മാവ് എലീഷായിൽ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞു. നഗരവാസികൾ എലീഷയോട് പറഞ്ഞു, അങ്ങ് കാണുന്നില്ലേ, ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ്, എന്നാൽ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. അവൻ ഉറവയ്ക്ക് അടുത്ത് ചെന്ന് ഉപ്പ് അതിന്മേൽ ഇട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിക്കുന്നു. ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാകുകയില്ല. എലീഷായുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ്. ഇസ്രായേൽ ഗവൺമെൻറ് പ്രത്യേകം ഗേറ്റ് വെച്ച് സംരക്ഷിക്കുന്ന സ്ഥലമാണ് ഈ എലീഷായുടെ അത്ഭുത ഉറവയുള്ള സ്ഥലം. ഇതാണ് ഉറവയും പമ്പും ഉള്ള സ്ഥലം. ഇവിടെ പ്രത്യേകം കാവൽക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അവരത് ആ ഗേറ്റ് വെച്ച് അടച്ച് പൂട്ടി സൂക്ഷിക്കുന്നു. കാരണം ഈ ജെറിക്കോ മുഴുവൻ ഇവിടെ നിന്നാണ് ശുദ്ധജലം കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആകയാൽ ആ ഉറവ അവർ പ്രത്യേകമായിട്ട് സംരക്ഷിക്കുന്നു. ഗേറ്റ് കീപ്പർ വന്ന് ഈ സ്ഥലം ഞങ്ങൾക്ക് തുറന്ന് തരികയാണ് ചെയ്യുന്നത്.